ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുകയാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളിൽ സന്തോഷം ജനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുന്ന ഓരോ പൈതലും ദൈവിക പരിജ്ഞാനത്തിന്റെ നിറവിലായി തീരണമെന്ന് ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ദൈവിക ശക്തിയുടെ ശ്രേഷ്ഠതകൾ, അഗോചരമായ ചില അനുഭവങ്ങളുടെ നടുവിൽ, ആരും തുണയില്ലാതിരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതായ ദൈവിക പ്രവൃത്തികളുടെ ശ്രേഷ്ഠതകളെ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയാതെ പോകരുത്. ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന് നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു എന്നുള്ള ആ മഹത്തേറിയ നിലവാരത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നി. ആകയാൽ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന ഈ ദൈവകൃപയുടെ ശ്രേഷ്ഠതയെ മുറുകെ പിടിപ്പാൻ തക്കവണ്ണം ഈ പകൽക്കാലം നമുക്ക് ഒരുങ്ങാം. അതിനായി നമുക്ക് വാഞ്ചിക്കാം, അതിനായി നമുക്ക് കാത്തിരിക്കാം. അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.